അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും. നാടകം ആരംഭിക്കട്ടെ. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് നാടകമല്ലാത്ത കുറച്ച് നാടകീയ രംഗങ്ങൾ കണ്ടിട്ട് വരാം. വീട്ടിലെ മതിലുപണി എവിടം വരെ ആയെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. മതിലുപണി ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഡ്രീം കംസ് ട്രൂ മൂവ്മെന്റ് ആണ്. പല വീടുകളിലും ചെന്നിട്ട് പല ഗേറ്റും ഇതുപോലെ തുറന്നു കയറുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്താണ് എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു ഗേറ്റ് പണിയുന്നതെന്ന്. അങ്ങനെ ഗേറ്റും പണിതു. നമ്മുടെ ഫെൻസിങ്ങിന്റെ വർക്കൊക്കെ ജസ്റ്റ് ഇപ്പൊ കംപ്ലീറ്റ് ആയതുള്ളൂ കേട്ടോ. ഇനി ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് അത് ഞാൻ തന്നെ ചെയ്യണം. സത്യത്തിൽ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ മെനക്കൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഈ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വന്ന് നമ്മുടെ ട്രീ ഒക്കെ ഒന്ന് ഡിമോൾഡ് ചെയ്യുവാണ്. ഇടവകപ്പള്ളി പെരുന്നാളിന് കൊടി കയറുന്ന ദിവസമാണ്. അതുകൊണ്ട് രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോയാലേ വൈകിട്ട് നമുക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഫെയറി ലൈറ്റിന്റെ ലൈറ്റിംഗ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൂത്രം ഇങ്ങനെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററി ലോ ആവാതെ കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ക്രിസ്മസ് ട്രീ പഴയതുപോലെ 3 പീസാക്കി പൊതിഞ്ഞ് സൂക്ഷിച്ച് എവിടെയെങ്കിലും വെക്കണം. പുൽക്കൂട് ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല, അതിനുള്ള സമയമില്ല. അതുകൊണ്ട് തൽക്കാലം അത് അവിടെ. ഈ വീട്ടിൽ എപ്പോഴും ഇങ്ങനെയാണ്, താമസിച്ചാണ് പുൽക്കൂടും ട്രീ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തിരിച്ചു കയറ്റുന്നതും താമസിച്ചാണ് കേട്ടോ. രാവിലത്തെ ചായ കുടിയും ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതും അതെന്തോ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ചായയും കുടിച്ച് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ എക്സിക്കോളും എന്നെ നോക്കി കരഞ്ഞു കാണിക്കുന്നത്. 80 രൂപ വെച്ച് 4 പീസ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. എക്സിക്കോളുമേക്ക് നനച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ എല്ലാ ചെടിയും നനച്ചു കേട്ടോ. ഇത് പൈപ്പിന്റെ ഒരു ആർച്ച് ചെയ്താണ്. എപ്പോഴെങ്കിലും നമുക്കൊരു ക്രീപ്പർ പ്ലാന്റ് ഇതുവഴി അങ്ങ് പടർത്തി വിടാന്ന് വിചാരിച്ചു. 2026 തുടക്കത്തിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വണ്ടി ഞാൻ വെള്ളം കാണിക്കാറില്ലായിരുന്നു ഗൈസ്. ഇനി വെള്ളം ഒഴിച്ച് കഴിയില്ലെങ്കിലും ഇതുപോലെ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചെങ്കിലും ഭംഗിയായിട്ട് കൊണ്ടു നടക്കണമെന്നുള്ളതാണ് എന്റെ 2026 ഒരു റെസൊല്യൂഷൻ. ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയാറുള്ള ഒരു കാര്യമാണ്, വണ്ടി കൊണ്ടു നടന്നാൽ പോരാ, അത് സൂക്ഷിക്കാനും കൂടെ പഠിക്കണമെന്നുള്ളത്. നമുക്ക് സൂക്ഷിച്ചേക്കാന്നേ. ടേബിളിൽ വിരിച്ചിരുന്ന ആ ചുവപ്പിൽ വെള്ള പുള്ളിയുള്ള തുണി ഞാൻ എപ്പോഴേ എടുത്ത് മാറ്റിയായിരുന്നു. പകരം ഒരു ക്ലോത്ത് വിരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ പുതിയ ക്ലോത്ത് കൊണ്ടുവന്ന് വിരിച്ചിട്ടതാണ്. സീസണൽ ഡെക്കോർ മെറ്റീരിയൽ എല്ലാം എടുത്ത് മാറ്റി നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വീണ്ടും ടേബിളിന്റെ പുറത്ത് തന്നെ വെക്കും. ഞാൻ രാവിലെ ഇത്യാദി ജോലികളൊക്കെ ചെയ്യുമ്പോൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അമ്മച്ചി നന്നായിട്ട് മാനേജ് ചെയ്യും കേട്ടോ. ഇന്നിപ്പം ആള് ഇടിയപ്പവും അതുപോലെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. വലിയ വെളിച്ചെണ്ണ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിയിലോട്ട് ഞാൻ ഈ എണ്ണ പകർത്തുന്നത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 15 രൂപയുടെ ബോട്ടിൽ കാണിക്കാനാണ്. രാവിലത്തെ ഇടം കഴിഞ്ഞു. ഇനി നമുക്ക് ഞങ്ങൾ ഇടവക പള്ളിയിലോട്ട് മണപ്പുറത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആശ്രമ ഇടവക ദേവാലയത്തിലെ തിരുനാൾ. വൈകുന്നേരം 5:30 കുർബാനയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ് നടക്കുന്നത്. ഇന്നത്തെ കുർബാന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിപിനച്ചനായിരുന്നു. കൊടിയേറ്റ് കർമ്മം നടത്തുന്നത് ഞങ്ങളുടെ വികാരി അച്ഛൻ ജെയിംസ് പുതുശ്ശേരി അച്ഛനാണ്. കൂട്ടത്തിൽ കൊച്ചച്ചന്മാരും വൈസ് ചെയർമാനും കൈക്കാരന്മാരും അതുപോലെ പെരുന്നാൾ കമ്മിറ്റി കൺവീനറും പ്രസിദ്ധന്തിമാരും ദർശന സമൂഹാംഗങ്ങളും ഇടവക അംഗങ്ങളും എല്ലാവരും. ഈ ഒരു സമയം എന്ന് പറയുന്നത് പേഴ്സണലി എനിക്കൊരു ബ്രെത്ത് ടേക്കിംഗ് മൂവ്മെന്റ് ആണ് കേട്ടോ. പള്ളിയിലെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി ഇലയപ്പവും ചുക്കുകാപ്പിയൊക്കെ ഉണ്ടായിരുന്നു റിഫ്രഷ്മെന്റ് ആയിട്ട്. മിനിയമ്മയുടെ ഇവിടെ നാടകം കാണാതിരുന്നപ്പോഴാണ് എന്റെ ജോസിനെക്കുട്ടി വന്നിട്ട് ഒരു ഹായ് പറഞ്ഞിട്ട് പോയത്. വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്ന ഒരാൾ. സ്പോയിലർ ആവാൻ സാധ്യതയുണ്ടോ? എന്നാലും കിടക്കട്ടെ. നാടകം സൂപ്പർ ആയിരുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.